നീലിപ്പോ എന്റെ കൂടെയുണ്ട്. എന്താടി ഇപ്പൊ നീ ഞെട്ടിയോ? ആളിപ്പോ നല്ല ഫിറ്റിലാ. എനിക്ക് വഴി നിന്നാ കിട്ടിയത്. ഞങ്ങളിപ്പോ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നീലും ഞാനും കൂടി അവിടെ വന്നിറങ്ങുമ്പോ സ്വീകരിക്കാൻ നീ പൂമുഖത്ത് തന്നെ വേണം കേട്ടോ. ഇറങ്ങ പതുക്കെ പതുക്കെ. ഏട്ടൻ ഇങ്ങനെ സ്വയം നശിക്കാൻ തന്നെ തീരുമാനിച്ചോ? മാറികിടി, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ ചെയ്യും. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരാണെന്ന് ഏട്ടന് ഞാൻ പറഞ്ഞു തരണോ? അതോ ഇവള് പിന്നാലെ കൂടിയപ്പോ സ്വയം മറന്നുപോയോ? നിന്നേക്കാൾ ഭേദം ഇവള് തന്നെയാ. കൊല്ലാൻ നെഞ്ചിന് നേരെ കത്തി ഉയർത്തുമ്പോ അത് ഇതുപോലെ മുന്നേ നിന്നെ ചെയ്യൂ. നിന്നെ പോലെ ഒപ്പം നിന്ന് ചതിച്ചു കൊല്ലില്ല അവള്. നീളോടാ അവള്. നിന്റെ ഭർത്താവിന് നിന്നെ ഭയങ്കര വിശ്വാസമാണല്ലോ. അയ്യോ വേദമോളെ, നീ ഇവിടെ നിൽക്കുകയാണോ? എടി അവന്റെ കൂടെ ചെല്ലടി, അല്ലെങ്കിൽ അവൻ എവിടെ ഇല്ലെങ്കിൽ തട്ടി വീണ് കയ്യോ കാലോ ഓടിയും. നീൽ, നീൽ, ഒരുത്തന്റെ ജീവിതം താറുമാറാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ അല്ലേ? ഇനിയെങ്കിലും നിനക്ക് ഈ വീട്ടിൽ നിന്നൊന്ന് ഇറങ്ങി പൊയ്ക്കൂടെ? നീ പോയി കഴിഞ്ഞാലേ അവൻ വേദയും കെട്ടി സുഖമായിട്ട് അങ്ങ് ജീവിച്ചോളൂ. അതാ, നീ ഒന്ന് ഒഴിഞ്ഞു കൊടുത്താ മാത്രം മതി. അതെ, നീ വാടിമോളെ, ഇവരോട് സംസാരിച്ചിട്ടേ ഒരു കാര്യമില്ല. നീ നടക്ക്. ഭാനുമതി, എല്ലാം ഞാൻ കേട്ടു. ഇതിന്റെയൊക്കെ ആവശ്യം എന്താ? നീലിനെയും സ്വാതി തമ്മിൽ തെറ്റിക്കണം. ഒരിക്കൽ നിന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഞാൻ പറഞ്ഞതാ. ഇനിയും അത് ആവർത്തിക്കുന്നതിന് മുമ്പ് സ്വയം ഇറങ്ങിപ്പോകുന്ന നല്ലത്. അങ്ങനൊന്നും ഇറക്കി വിടാൻ പറ്റത്തില്ല വലിച്ച. ഇതേ എന്റെ ഭർത്താവിന്റെ അമ്മയാ. ഞാൻ പറയുന്നത് വരെ എന്റെ അമ്മ ഇവിടെ തന്നെ താമസിക്കും. വാ അമ്മേ. മോളെ, നാളെ രാവിലെ തന്നെ ഡോക്ടർ ശ്രീദേവിയെ കാണാൻ പോകാൻ തയ്യാറായിക്കോ. അത് കഴിഞ്ഞ് തീരുമാനിക്കാം ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. എന്തൊരു നാറ്റം! ഇതിൽ അപ്പടി ഛർദിൽ വീണെന്ന് തോന്നുന്നു.
മാറടി. തൊട്ടുപോരുത് എന്റെ ഏട്ടനെ. ഹാ, അത് കൊള്ളാം. വഴി കിടന്ന് നാട്ടുകാരോട് അടിപിടി ഉണ്ടാക്കാൻ പോയ ആളാ ഞാൻ. ആ സമയത്ത് അതുവഴി വന്നതുകൊണ്ട് നാട്ടുകാരുടെ തല്ലുകൊള്ളാതെ പാവൻ രക്ഷപ്പെട്ടു. ഇപ്പൊ തന്നെ സിനിമാ നടൻ നീൽ മഹേഷിന്റെ വെള്ളമടിച്ചുള്ള കാവടിയാട്ടം നാട്ടുകാര് സോഷ്യൽ മീഡിയയില് ഉത്സവം ആക്കിയിട്ടുണ്ടാവും. എന്നിട്ടോ വരുന്ന വഴി എന്റെ കാറിൽ തന്നെ ഛർദിച്ചു. ഒടുവിൽ ഞാൻ ആ മുഖമൊക്കെ കഴുകിച്ച് വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയത്. എന്നിട്ട് ഇപ്പോഴാണോ എന്നോട് തൊട്ടുപോരുതെന്ന് പറയുന്നത്? മതിയടി നിന്റെ അഭിനയം. ഇതൊക്കെ നീ തന്നെ പ്ലാൻ ചെയ്തതായിരിക്കില്ലെന്ന് ആർക്കറിയാം. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തി പോലും. ചെറിയ കുഞ്ഞല്ലേ നീ പോയി അങ്ങ് രക്ഷപ്പെടുത്താൻ. തൽക്കാലം നീ ഈ മുറിയിൽ നിന്ന് പുറത്തു പോയേ. എന്റെ ഭർത്താവിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിന് നീലിപ്പോ നിന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നില്ലല്ലോ. അതും മാത്രമല്ല, നീലിന് ബോധം ഉണ്ടായിരുന്നെങ്കിൽ ഈ മുറിയിൽ ഒന്ന് നിൽക്കാൻ പോലും നീല് നിന്നെ അനുവദിക്കില്ലായിരുന്നു. അതറിയില്ലേ നിനക്ക്? ഹെടി, എന്റെ ഏട്ടന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിട്ടാ ഞാൻ ആ കബഡി കളിക്ക് ഇറങ്ങിയത്. ഇപ്പൊ ഞാൻ ഈ അനുഭവിക്കുന്നതും അതുകൊണ്ട് തന്നെയാ. എന്ന് കരുതി എന്റെ കഴുത്തിൽ ദേ ഈ താലിയുള്ള നിമിഷം വരെ എന്റെ ഏട്ടന്റെ മേൽ അധികാരം സ്ഥാപിക്കാന്ന് നീ വിചാരിക്കണ്ട. അത് മുളയിലെ ഞാൻ വെട്ടിയിരിക്കും. നിന്റെ കഴുത്തിലെ താലി എനിക്ക് വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇത് നിന്റെ കഴുത്തിൽ കയറുന്നതിന് മുൻപ് നീൽ എന്റെ കഴുത്തിൽ ചാർത്തിയ മറ്റൊരു താലിയുണ്ട്. ആളും ആരവവും സദ്യയും പുഷ്പവൃഷ്ടിയും ഒന്നും ഇല്ലായിരുന്നു എന്നുള്ളത് നേരാ. പക്ഷേ അതിനും ഒരു വിശുദ്ധി ഉണ്ടായിരുന്നു. അതിന്റെ അധികാരം നീലിന് മേൽ എനിക്കിപ്പോഴും ഉണ്ട് സ്വാതി. നീലിനൊരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയാത്ത നീയാ ഇവിടുന്ന് പോണ്ടത്. അതെപ്പോ വേണോന്ന് നിനക്ക് തീരുമാനിക്കാം. അതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്റെ ഏട്ടന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ ഞാൻ ഇനി എന്ത് ചെയ്യും? ആരെന്തു പറഞ്ഞാലും ഈ ജന്മം എനിക്ക് എന്റെ ഏട്ടനെ ഉപേക്ഷിച്ച് ഒരിടത്തും പോവാൻ കഴിയില്ല. ഈ കാൽക്കൽ ഞാൻ എന്നും ഉണ്ടാവും. എത്ര ചവിട്ടി എറിഞ്ഞാലും ആട്ടി അകറ്റിയാലും സ്വാതി എന്നും ഏട്ടന്റെ നിഴലായി കൂടെ ഉണ്ടാകും. സ്വാമിജി, ഞാൻ എടുത്ത ഈ തീരുമാനം തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ മുന്നിൽ വേറെ വഴിയില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ കുട്ടി. അയാളുടെ ജീവിതത്തിന്റെ അടിത്തറ ഇളകിപ്പോകും. സൗഭാഗ്യങ്ങൾ മാത്രമല്ല, ജീവിതം തന്നെയാകും അയാൾക്ക് നഷ്ടപ്പെടുന്നത്. ഞാനിപ്പോ അതിലൊന്നും വിശ്വസിക്കുന്നില്ല സ്വാമിജി. ഒരാളുടെ ജീവിതം മറ്റൊരാളുടെ ഭാഗ്യത്തിലാണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കിപ്പോ ഇല്ല. ഒരു സ്ത്രീയുടെ കടമ ചെയ്യാൻ കഴിയാത്ത എന്റെ ജാതകത്തിന്റെ ഭാഗ്യത്തിൽ ഞാനിനി വിശ്വസിക്കണോ? ഒരു കുഞ്ഞിന്റെ അച്ഛനാവണമെന്നുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് അയാളുടെ ഭാര്യയുടെ കടമയാ. അതിന് സാധിച്ചില്ലെങ്കിൽ പിന്നെ
ആ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നത് തന്നെയാ നല്ലത്. ഞാൻ കുട്ടിയെ തെറ്റു പറയുന്നില്ല. മനുഷ്യന്റെ ചിന്തകളും കാഴ്ചകളും വളരെ പരിമിതമാണ്. അതെ സ്വാമിജി, എന്റെ കാഴ്ചകളും ചിന്തകളും പരിമിതമാണ്. കാരണം ഞാനൊരു സാധാരണ പെണ്ണോ. എനിക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയൂ. ഏട്ടനൊരു കുഞ്ഞ് വേണം, അത് നൽകാൻ എനിക്ക് സാധിക്കില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് വേണം? അകന്നു പോണം, അതല്ലേ നല്ലത്. അതുകൊണ്ടാ ഞാൻ ഈ തീരുമാനം എടുത്തത്. ഒരു വിവാഹമോചനം, അത് മാത്രമേ ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു വഴിയുള്ളൂ. സ്വാമിജി ഇനി എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കരുത്. നിയോഗങ്ങളുടെ വരവ് തടയാൻ നമുക്കാവില്ലല്ലോ. അത് വരും, വന്നതുപോലെ തന്നെ മടങ്ങുകയും ചെയ്യും. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു വഴി ഈശ്വരൻ തന്നെ കുട്ടിക്ക് കാണിച്ചു തരും. ധൈര്യമായിട്ട് പൊക്കോളൂ. നീ രാവിലെ ദൈവത്തിന് മണിയടിക്കാൻ ഇറങ്ങിയതായിരിക്കും. എന്നിട്ട് ഇന്നത്തെ മണിയടി കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി ഞാൻ ഇവിടെ കാത്തു നിൽക്കാം. നീ പോയി മണിയടിക്ക്. അതും കൂടി കേട്ടിട്ട് വേണം എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാൻ. എടി, ദുഷ്ട മനസ്സുമായിട്ട് അമ്പലത്തിലേക്ക് വന്നാ നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്റെ ഉദ്ദേശം നല്ലത് തന്നെയാ. നിർഭാഗ്യവശാൽ നീയും ഞാനും വന്നത് ഒരേ കാര്യം പ്രാർത്ഥിക്കാനാ. നീലിന് തിരിച്ചു കിട്ടാൻ. പക്ഷെ ആർക്ക് കിട്ടുമെന്ന് തെളിയിക്കേണ്ടത് കാലമാണ്. നീ സ്വയം ഒഴിഞ്ഞുപോയാൽ അതായിരിക്കും നീലിന് സന്തോഷം. എന്നേട്ടൻ നിന്നോട് പറഞ്ഞോ? പറഞ്ഞില്ല. പക്ഷേ എനിക്കറിയാം നീലിന്റെ മനസ്സ്. നിന്നെ ഒപ്പം കൂട്ടി ഇനിയുള്ള കാലം ജീവിക്കാൻ നീലിന് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ടാ നീലിന്റെ മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കാൻ ഞാനും വന്നത്. എടി, ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ പവിത്രത തിരിച്ചറിയാത്തതുകൊണ്ടാ എനിക്കും ഏട്ടനും ഇടയിലുള്ള പിണക്കം മുതലെടുക്കാൻ നീ ഇങ്ങനെ കാലിൽ തൈലവും തേച്ച് നടക്കുന്നത്. പക്ഷേ നിന്റെ ആഗ്രഹം നടക്കില്ല. ഈശ്വരൻ ചേർത്ത് വെച്ച ബന്ധത്തിന്റെ ദൃഢത അത്രയ്ക്കോ. എന്നോ ഉണ്ടായിരുന്നൊരു ബന്ധത്തിന്റെ പേരും പറഞ്ഞ് ഇപ്പോഴും ഗതി കിട്ടാത്തൊരു പ്രേതത്തെ പോലെ അലയുകയ നീ. അതുകൊണ്ട് തന്നെ നിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കാനിടയില്ല. കഴിഞ്ഞു നിന്റെ പ്രസംഗം. ഈ ക്ഷേത്രനടയിൽ നിന്ന് ഞാൻ പറയുന്ന വാക്കുകൾ ഒരിക്കലും കളവല്ല. എന്നോ സംഭവിച്ച ഒരു ബന്ധമെന്ന് നീ പറഞ്ഞല്ലോ. അതങ്ങനെ വെറുതെ സംഭവിച്ചതല്ല. ഒരുമിച്ച് ജീവിക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു തന്നെയാ നീലും ഞാനും സ്നേഹിച്ചത്. ഒടുവിൽ എന്റെ ജീവന് അപകടം വരാതിരിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് മാത്രം സ്വീകരിച്ചതാണ് നിന്നെ. അന്നു മുതൽ ഇന്നുവരെ നീലിനെ അല്ലാതെ ഒരു പുരുഷനെയും ഞാൻ സ്നേഹിച്ചിട്ടില്ല. ഊണിലും ഉറക്കത്തിലും എല്ലാം ഞാൻ ചിന്തിച്ചത് എന്റെ നീലിനെ കുറിച്ച് മാത്രമാണ്. ഇനിയും എനിക്ക് ചിന്തിക്കാൻ നീല് മാത്രമേ ഉള്ളൂ. നിനക്ക് ഭ്രാന്താ വേദ, തനി ഭ്രാന്ത്. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഈശ്വരന്റെ മുമ്പിൽ ഈ തൽക്കാലത്തേക്കുള്ള ബുക്കിംഗ് ഒന്നുമില്ല. ഈശ്വരൻ പവിത്രമായൊരു ബന്ധം മാത്രമേ ചേർത്ത് വയ്ക്കൂ. ഏട്ടന്റെ കാര്യത്തിൽ ഈശ്വരൻ തീരുമാനിച്ചത് എന്നെയാ. ഈശ്വരൻ എന്റെ ഏട്ടന്റെ ജീവിതത്തിലേക്ക് വരാൻ സമ്മതിക്കാതെ ആദ്യം തന്നെ ഒഴിവാക്കിയതാ നിന്നെ. അത് മനസ്സിലാക്കാതെ ഇപ്പോഴും ഏട്ടന്റെ പിന്നാലെ ഭ്രാന്തമായി നടക്കുന്ന നീ ഒരു വിഡ്ഢിയാ. ദൈവം ചേർത്ത് വച്ചവരെ പരസ്പരം പിരിക്കാൻ നടക്കുന്ന നിന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കില്ല. നീ ചെന്ന് പ്രാർത്ഥിക്ക്.
കൊള്ളാം. പണ്ട് ഒരു പഴമൊഴി പറയും, ചക്ക് കേടായതിന് കാളെ കുറ്റം പറയരുതെന്ന്. അത് രാജീവ് ഇപ്പൊ പറഞ്ഞെന്താ എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാവില്ല. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പഴമൊഴിയാ. അതുകൊണ്ട് വല്യച്ഛനെ മനസ്സിലാക്കാൻ ഞാൻ വേറെ അത് വേണ്ട, മണ്ടത്തരം പഴമൊഴി പൊതിഞ്ഞ് വിളമ്പണ്ട, നേരിട്ടിങ്ങ് പറഞ്ഞാ മതി. അപ്പൊ വല്യച്ഛൻ എന്നെ കുറിച്ച് നല്ല ധാരണയാ. അതായത് ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, നമ്മുടെ ഇവിടെ നീലളിയനും സ്വാതിയേട്ടത്തെയും കൂടെ ഡോക്ടറെ കാണാൻ പോയതല്ലേ വിഷയം. അതിനല്ലേ വല്യച്ഛൻ ഇങ്ങനെ നടന്നു നിന്നുമൊക്കെ താങ്ങി തൂങ്ങുന്നത്. സ്വാതിയേട്ടത്തിക്കല്ലേ കുഴപ്പം? അതിന് അളിയൻ ഡോക്ടറെ കാണാൻ പോണ്ട കാര്യം എന്തുവാ? വല്യച്ഛ, അളിയന് ഒരു കുഴപ്പമില്ല. നല്ല ലൈലാൻഡ് ലോറി കണക്കി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമല്ലയോ. കൊച്ചുങ്ങളുണ്ടാവാത്ത സ്വാതിയേട്ടത്തിക്കാ. അതല്ലേ ഞാൻ പറഞ്ഞു വന്നത്. വിവരക്കേട് പറയാതെ എന്റെ മുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? അല്ലേടത്തി, ഞാനീ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് വല്യച്ഛന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ പറഞ്ഞത് സത്യമല്ലേ ഏടത്തി? രാജീവേ, അസംബന്ധം പറഞ്ഞ ആളുകളെ വേദനിപ്പിക്കരുത്. ഞാൻ പറഞ്ഞ നല്ല സംബന്ധമുള്ള കാര്യം തന്നെ. അതെ, ഇതൊക്കെ എത്ര ചികിത്സിച്ചാലും കൊച്ചുങ്ങളുണ്ടാവാൻ പോകുന്നില്ല. വെറുതെ എന്റെ അളിയന്റെ ഭാവി കളയല്ല എന്റെ പൊന്നളിയ. അല്ല വല്യച്ഛ, പിന്നെ ഇവരെ അങ്ങ് ഡൈവേഴ്സ് ചെയ്തിട്ട് വേറൊരുത്തെ കെട്ടുന്നല്ലേ അളിയന് നല്ലത്. രാജീവൊന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ശരി, എന്റെ ഐഡിയ വേണ്ടെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ഈ ഐഡിയ പുറത്ത് വേറെ ആർക്കെങ്കിലും വേണോന്ന് ഞാൻ ചോദിക്കട്ടെ. ചിലപ്പോ വേറെ എവിടുന്നെങ്കിലും കിട്ടിയാലോ? കിട്ടും. അടി കിട്ടാതെ നോക്കിയോ. എന്തായിരുന്നു ഏട്ടത്തി, വലിയ ഒച്ചയും ബഹളമൊക്കെ കേട്ടല്ലോ. ഡോക്ടർ ശ്രീദേവിയുടെ ക്ലിനിക്കിൽ പോകുന്ന കാര്യം അച്ഛൻ പറഞ്ഞതാ. അതിനായിരുന്നു ഏട്ടൻ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച്? എന്നിട്ട് എന്തായി തീരുമാനം? എന്താകാൻ, ഡോക്ടറെ കാണാൻ തീരുമാനിച്ചു. ഒരുമിച്ച് പോവാൻ ഏട്ടൻ സമ്മതിച്ചോ? എനിക്കറിയില്ല. അച്ഛന്റെ നിർബന്ധത്തിന് വഴങ്ങിയ ഏട്ടൻ ഇപ്പൊ ഇത് സമ്മതിച്ചത് തന്നെ. ഏട്ടത്തി ധൈര്യമായിട്ടിരിക്കെ. ഡോക്ടർ ശ്രീദേവിയുടെ അടുത്ത് ടെസ്റ്റുകളൊക്കെ നടത്തി വരുമ്പോ ഏട്ടൻ മാറും. എല്ലാം പോസിറ്റീവായിട്ട് വരും. എനിക്ക് ആ പ്രതീക്ഷയില്ല നന്ദിനി. എന്റെ ഉള്ളിൽ ആകെ ഒരു മരവിപ്പ. എന്തോ ഒരു ദുരന്തം സംഭവിക്കാൻ പോകുന്നതിന്റെ സൂചന പോലെ. ഏട്ടത്തെയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. ഈ ചട്ടം വെച്ച് ഒറ്റ കുത്ത് വെച്ചുതരും. അല്ല പിന്നെ എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് മാത്രം കാണുന്ന സ്വാതി ഏട്ടത്തെയാണോ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുന്നത്? എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ ഡോക്ടർ എല്ലാം ശരിയാക്കും. അങ്ങനെ ഡോക്ടർമാര് വിചാരിച്ചാ എല്ലാം ശരിയാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ലോകത്ത് ഒരു പ്രശ്നവും ബാക്കി ഉണ്ടാവില്ലായിരുന്നല്ലോ നന്ദിനി. ഈ കുടുംബം എന്ന് പറയുന്നത് ഒരു വിശ്വാസത്തിന്റെ പുറത്ത് മാത്രം ഓടുന്ന വണ്ടിയാ. ആ വിശ്വാസം പോയാ എല്ലാം തീർന്നു. പിന്നെ ആ വണ്ടി മുന്നോട്ട് പോവില്ല. കുന്തം. എന്റെ പൊന്ന് സ്വാതിയെടുത്തി, ഈ സ്നേഹം എന്ന് പറയുന്നതേ ഇങ്ങനെയൊന്നും അല്ല. എപ്പോഴും സ്നേഹത്തോടെ സംസാരിക്കുകയും ഏത് സമയത്തും ഒരുമിച്ചിരിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല സ്നേഹം. പരസ്പരം വഴക്കിടുന്നതും സ്നേഹമുള്ളതുകൊണ്ട് തന്നെയാ. ഇപ്പൊ തന്നെ ഏട്ടൻ ഏട്ടത്തിയോട് പിണങ്ങി നടക്കുന്ന എന്തുകൊണ്ടാ? സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ? അതെ, ഇപ്പോഴുള്ള ഈ പിണക്കവും പരിഭവവും ഒക്കെ പോകെ പോകെ അങ്ങ് മാറും. ലോകത്ത് ഇന്ന് വരെ ഒരു മുറിവും ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങിയ ചരിത്രം ഇല്ല സ്വാതിയേട്ടത്തി. ഉണ്ടോ? എത്ര മരുന്ന് വെച്ചാലും ഉണങ്ങാത്ത മുറിവുകളും ഉണ്ട് നന്ദിനി. ചിലപ്പോ ശരീരത്തിന്റെ അവയവങ്ങൾ ചിലത് മുറിച്ചു കളയേണ്ടി വരും. ഏട്ടന്റെ മനസ്സിൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവ് തന്നെയാ ഞാൻ. അപ്പോ ഏട്ടത്തിയെ ഏട്ടൻ ഉപേക്ഷിക്കാനാണോ ഈ പറഞ്ഞു വരുന്നത്?
ഒരിക്കലുമില്ല. ഏട്ടത്തി ഇല്ലാതെ ഏട്ടന് ജീവിക്കാൻ പറ്റുമെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ? ഇപ്പൊ 1-2 ദിവസം മാറിയൊരു മുറി പോയി കിടന്നെന്ന് വെച്ച് ഏട്ടത്തിയെ വേണ്ടെന്ന് വെക്കാൻ ഏട്ടന് പറ്റില്ല ഏട്ടത്തി.